നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓണക്കാലമാണ്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വെളിച്ചെണ്ണയായാലും മറ്റ് സാധനങ്ങളായാലും അതിലൊക്കെയും മായം ചേർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സാധനങ്ങളിൽ മായം ചേർത്തുകൊണ്ട് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഏതായാലും ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ പരിശോധന ഊർജിതമാക്കിയിരിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഓണം സ്ക്വാഡിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പരിശോധന ആരംഭിച്ചു. സുനിഷ അയലൂരാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുനിഷ, എന്തൊക്കെ ഇനങ്ങളാണ് കൂടുതലായി പരിശോധിക്കുന്നത്? ഇവിടങ്ങളിലൊക്കെ ആയിരിക്കും പരിശോധന? വിനിത, ഓണം സ്ക്വാഡിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ജൂലൈ 27 മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. ഇതാ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. വിനീത പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ, നെയ്യ്, ശർക്കര, പപ്പടം ഇതൊക്കെയാണ് ഈ ഓണക്കാലത്ത് ഏറ്റവും അധികം, ഒരുപക്ഷെ കൂടുതലായി ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ പെട്ട ഒന്ന് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ മായം ചേർക്കാൻ, ഈ വെളിച്ചെണ്ണയിലടക്കം മായം ചേർക്കുന്ന ഒരു സ്ഥിതി കൂടി വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിൽ കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിശോധന അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഊർജിതമാക്കി തന്നെ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതുവരെ പരിശോധിച്ചത് 5016ഓളം ഭക്ഷ്യ സ്ഥാപനങ്ങളിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ 700ഓളം സ്ഥാപനങ്ങൾ നിയമലംഘനം നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. 390ഓളം സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ ഇപ്പോൾ ഈ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുപാർശ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. 1600-ലധികം സാമ്പിളുകൾ ഇപ്പോഴും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിക്കുന്നതോടുകൂടി കൂടുതൽ നടപടികളിലേക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കടക്കുമെന്നുള്ളതാണ്. ഏതായാലും ഓണക്കാലത്തിന് ഇനി ഒരു 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്, 1.5 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ സമയങ്ങളിൽ കൂടുതൽ ആളുകളെ പറ്റിക്കാനായി ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളിലെല്ലാം മായം ചേർക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ പരിശോധന വ്യാപകമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ മായം ചേർത്തതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഏത് രീതിയിലും പരാതി അത് ഭക്ഷ്യവകുപ്പിനോ ആരോഗ്യവകുപ്പിനോ അറിയിക്കാനുള്ളൊരു സംവിധാനം കൂടി നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഏതായാലും പരിശോധന ഇപ്പോൾ കർശനമായി തന്നെ സംസ്ഥാനത്തുടനീളം നടക്കുകയാണ്. വിനീത, ശരി, സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.